ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന GTA San Andreas ആണ് ഗൈസ്. GTA San Andreas ആണ് ഗൈസ്. ഇത് നമുക്ക് എന്തായാലും ഹോസ്പിറ്റൽ ജോലി എടുക്കാം. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ജോലിയാണ് ഗൈസ് എടുത്തിട്ടുണ്ട്. പൈസ കിട്ടും ഗൈസ്. ഞങ്ങളുടെ ഒക്കെ ഇപ്പം $0 തോട്ടാൻ കുറച്ച് പണിയാണ്. ഫസ്റ്റത്തെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബാക്കാണ് ഗൈസ്. അയ്യോ ഹോസ്പിറ്റലിൽ സ്റ്റോറി എടുത്ത ഇയാൾക്കത്തെ നടന്ന അത് എന്താ സംശയം, ഇയാൾക്ക് നടന്നു വന്നെന്തോ. ഈ രണ്ടുപേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ബേസ് നമ്മളെ കയറി പോവാണ്. നമ്മളെന്നെ കൊല്ലുന്നു. കേറ്റിട്ടുണ്ട് 15 സെക്കൻഡ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള വൃത്തിയാണ് ഈ കാണുന്നത്. മാറിക്കളാ അങ്ങോട്ട്. മാറി തരുന്നില്ല. ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ. ഇറങ്ങിക്കൊള്ളു. ഹോസ്പിറ്റലിലേക്ക് പൈസ ഒന്നുമില്ല. ഹോസ്പിറ്റൽ ജോലി നമ്മളുടെ പോയാ കൂടുതൽ ദൂരത്ത് പോയോണ്ട് അടുത്ത ലൊക്കേഷൻ കിട്ടി. ചേട്ടാ കേറ്. ഞാൻ തന്നെ ചേട്ടാ മര്യാദക്ക് കേറ്. ഓ ബാക്കിലുണ്ട്. മാറിക്കട ഗൈസ്. നമ്മളവന്മാരെ കൊല്ലാൻ നോക്കണം ഗൈസ്. നമുക്ക് നമ്മള് ശത്രുക്കളാണ് ഗൈസ്. അതാണ് പ്രശ്നം. കേറിക്കൊള്ളി ചേട്ടാ, കേറ്. ഇയാളാട്ടത് ഇറങ്ങിക്കൊള്ളി. പോയിക്കോളി. ഓന്ന് പോയി. കേറൊന്ന് ചേച്ചി. കേസ് പോലീസിനെ കിട്ടി. ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്. എന്നെ പിടിക്കാൻ പാടില്ല പോലീസേ. എന്നെ പിടിച്ചു കഴിഞ്ഞാൽ പണിയാവും നിങ്ങൾക്ക്. നമ്മളെ പോലീസ് പിടിക്കാൻ വരുന്നുണ്ട്. പോലീസ് 1 സ്റ്റാർ ആണ് ഗൈസ്. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ കൊല്ലും. പോലീസ് പോയാ അത്രയും പെട്ടെന്ന്. നമുക്ക് 3 പേരെയും പിക്ക് ചെയ്തിട്ട് ബാഗ് കൊണ്ട് പോകാം. ആയത്താള് കേറ്. ആംബുലൻസിൽ കയറും. ഇയാൾക്ക് ആംബുലൻസിൽ കയറണോ അല്ലെങ്കിൽ വേറെ നിങ്ങളാ പോണു ഗൈസ്. ആംബുലൻസിൽ കയറോ.
സോറി, നമുക്ക് എന്തായാലും നേരെ പോവാം. മാറിക്കടോ, ആംബുലൻസ് ഡ്രൈവറിനെ മിക്കവാറും ഈ വണ്ടി കത്തും. കേറ് ബാക്കി കയറികള്. ലാസ്റ്റ് ആളോട് അയാളൊരു കൂട്ടിക്ക് വന്നു പോകണ്ട. നമ്മളാരോ ഹോസ്പിറ്റലിൽ കൊടുന്നു ഗൈസ്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ആക്കി തന്നില്ലേ. ഹലോ, ഒന്നുകൂടി ഹോസ്പിറ്റലിലേക്ക് പോണോ? ഹലോ, പോണോ? വേണ്ടോ? മതിയായി തോന്നുന്നു. എന്തായാലും വണ്ടി വളച്ചെടുക്കാം. ഇനി ആംബുലൻസ് ഡ്രൈവർ ആവണം. നമുക്ക് വിൻറ്റേജ് ടൈപ്പ് വണ്ടി എടുക്കാം. അംബാസഡർ ഉണ്ട്. അംബാസഡർ കുറെ വണ്ടികൾ വന്നിട്ട് ചേട്ടാ തോക്കൊന്നും വേണ്ട. തോക്കുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഉണ്ട്. ഓക്കെ ചേട്ടാ, ഞാൻ പോകുന്നു. എന്തായാലും അവനെ കുത്തി കൊല്ലാം. ചത്താ ചേച്ചി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പോയിക്കോളി. വടിയൊക്കെ കിട്ടി ഗൈസ്. നമ്മളെ ആംബുലൻസ് അതാ കിട്ടി. ഗണ്ണുള്ളവരൊക്കെ നമുക്ക് കൊന്ന് ഗണ്ണെടുക്കാം. മാറോ, നമുക്കിവിടെ കറങ്ങി നടക്കാം. പോലീസ് കാണുന്നുണ്ടോ? ഇതിൻ്റെ കാറിന് അമ്മേ, ഇതെന്തത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയില്ല. ഈ കാറൊരു പൊട്ട കാറാണ്. നിക്കടോ, നിക്ക് ചേട്ടാ, വരാൻ അയ്യോ, 1 സ്റ്റാർ ഗൈസ്. 1 സ്റ്റാർ ആയി ഗൈസ്. 1 സ്റ്റാർ. എല്ലാവരും നമ്മളെ പിടിക്കാൻ നോക്കും. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. പോലീസുകാരൊക്കെ ഉണ്ട്. സ്റ്റാർ പോയി. ഇവന്മാര് വണ്ടിയിൽ കുത്തിയിരുന്നത് എവിടെ എത്തും? എൻ്റെ ബോണത്തൊക്കെ പോയി. അയ്യോ, എന്താപ്പം ഇവിടെ ഉണ്ടായി? ആരെ പടക്കം പൊട്ടിച്ചേ? ഞാൻ പിന്നെ ആരോ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. നല്ല ചേട്ടൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. വണ്ടി എടുത്ത് പണിക്ക് പോകണം. 118 രൂപയുണ്ട്. ഇവന്റെ അടുത്തപ്പോ ഒരു ഗ്യാങ്ങത്തവനെ എനിക്ക് വേണം. കണ്ടിട്ടൊരു ഗ്യാങ് ലുക്ക്
പോയിക്കോളൂ. ഈ വണ്ടി ചേട്ടാ കുറച്ചായിട്ട് നിൽക്കുന്നുണ്ട്, ഒന്ന് ഇറങ്ങിയിട്ട് വരാമോ? നോക്കടാ ചേട്ടൻ അപ്പം തന്നെ തന്നു. നല്ല തങ്കപ്പെട്ട ചേട്ടൻ. വണ്ടി തിരിച്ചു കൊടുക്കാൻ പോണില്ല. ഇതേതെങ്കിലും കാട്ടിക്കൊണ്ടുപോയത് നമ്മൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നമ്മളെ ഓട്ടി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി. സോറി അയ്യോ ബാക്കൊക്കെ നോക്കി ഗൈസ്. പയ്യെ പോവാ. എന്താ ഗൈസ് സോറി ചേട്ടാ. അയ്യോ പോലീസാണ് വന്നു. ഒരു മിനിറ്റ് ഗൈസ്. എന്താ അവിടെ എന്താ കളിക്കുന്നു ഗൈസ്? എന്തായാലും അങ്ങോട്ട് പോയോക്കാം. ഓ ഇത് ബാറാണ്. കുറച്ച് ബാറ. ATM കുറച്ച് പൈസ എടുക്കട്ടെ. പൈസ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു മിനിറ്റ്. ഹലോ എന്നാ പിടിച്ചോ ഗൈസ്. ഒരു സുഖം വെറുതെ ഗൈസ്. പൈസ ഇട്ട് ഗൈസ്. 148 പോയിന്റ്. കുറച്ച് പൈസ തരാമോ? പോണ ചെറുക്കാം. എന്നോട് അങ്ങനെ നീ പറയോ? എന്നോട് പോട ചെറുക്കാന്ന് പറയോ ഗൈസ്? എന്നോട് പോട ചെറുക്കാന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? 200 പൈസ ആയി. ഹലോ കുറച്ച് പൈസ ഗൈസ്. നമുക്ക് എങ്ങനെ അങ്ങോട്ട് കയറണം? പറ്റൂല. അവിടെ CCTV ക്യാമറ ഉണ്ടോ? ഒരു മിനിറ്റ്. ഇല്ല ഭാഗ്യം. അല്ലെങ്കിൽ നമ്മൾ കൊന്ന കയ്യിൽ കാണും. എന്തായാലും നമുക്ക് ഇവിടെ നമ്മളെ വണ്ടി. പോലീസ് സ്റ്റേഷൻ. എന്താ ഇവിടെ കാക്ക? ഹസ്ബൻഡും ഭാര്യയും. ഞാൻ വരുന്ന കണ്ട് പോയിട്ടേ. കുറച്ച് പൈസ ചേച്ചി കുറച്ച് പൈസ. ഓ നീ മറ്റുള്ള ബ്രദറാണോ? ഓക്കെ പൈസ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി പൈസ കിട്ടി. അതാരം ഇനി അടുത്ത കുറച്ച് പൈസ തരി. പൈസ തരാൻ മനസ്സിലെങ്കിൽ ഞാൻ അടിച്ചു കൊണ്ടുണ്ട്. ഓ കുറെ പൈസ ഉണ്ട് ഗൈസ്. 278 ഉറുപ്പ്യ കിട്ടി ഗൈസ്. കുറച്ച് ചോരയില്ല ഇവിടെ കിടക്കുന്നത്. ആംബുലൻസിൽ വെള്ളം എടുത്തോണ്ടേക്കോളും. ആംബുലൻസുകാർ കൊണ്ടുപോയിക്കോളും ഗൈസ്. ഇനി ഇവിടെ തല്ല എന്താണ് ബ്രോ? രണ്ടുപേരും തല്ലുണ്ടോ? എന്നാ പിടിച്ചോ. എന്താ തല്ലിടാൻ പറ്റില്ല. ഞാൻ ആരാന്ന് നിനക്കറിയോ? ഞാൻ ഈ ഏരിയത്തെ ഏറ്റവും വലിയ ഗ്യാങ് മെമ്പറാണ്. ഓ അത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു കൊടുത്താലോ? ഇതിന് വേണ്ടി വച്ചിടാം. ഇതല്ല പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു കൊടുക്കും. കുറച്ച് പൈസയും കിട്ടി. ഹലോ ഓ
പോലീസ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ പയ്യെ നടന്നു പോയി. പോലീസ് കണ്ടിട്ടില്ല, എന്തോ ഒരു ഭാഗ്യം. ഇനി നമുക്ക് അവിടുത്തെ ഒന്ന് കയറി നോക്കാം. ഓ, ഇവിടെ കുറെ പേരുണ്ട്. പോലീസല്ലേ? അല്ലേ? അല്ല, പോലീസല്ല. ഞാൻ പറഞ്ഞില്ല ഗൈസ്, പോലീസല്ലാന്ന്. എൻ്റെ അക്കൗണ്ടിൽ കുറെ പൈസ കിട്ടി ഗൈസ്. ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഇതിനെ അടിച്ചു കൊന്നേക്കാം. പൈസ പൈസ കുറെ പൈസ കിട്ടി. 400 മാക്കി പൈസ. നമ്മള് ഇറങ്ങുക, കയറുക, അടിക്കുക, ഇറങ്ങുക, പിന്നെ കയറുക, അടിക്കുക. ഒരു മിനിറ്റ്, അംബാസഡർ അല്ല പോയത്. ടാക്സി ഉണ്ട്, പോലീസ് ടാക്സി. ഹലോ ചേട്ടാ, ഒന്ന് ഇറങ്ങിക്കാൻ. ഞാൻ ഓട്ടാങ്ങി ടാക്സി നല്ല പോലെ ഓട്ടാറിയാം. പോലീസ് ഞാൻ മോഷ്ടിച്ചൊന്നല്ല കേട്ടോ. അംബാസഡറിന്റെ വീട്ടിൽ പൊളിഞ്ഞു. കുറച്ച് പ്രൊഫഷണൽ ഡ്രൈവറാണ് ഗൈസ് നമ്മൾ. ഗൈസ് നടക്കണ പോയിക്കോളെ സൈക്കോ അല്ല എന്തോട്ടാ, ടാക്സി ഡ്രൈവറാ. ടാക്സി ഡ്രൈവറായി ഗൈസ്. ഫസ്റ്റത്തെ ആളെ നമ്മളെ വിളിച്ചു. കറികളി കൊടുക്കാറുണ്ട്, ലൊക്കേഷൻ കൂടി. നമുക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. വിടണ്ട പോണോ? പിന്നെ പോലീസിനെ അറിയാതെ കുത്തിപ്പോയി. ചേട്ടാ ഇവിടെ ഇറങ്ങിക്കോളി. $5 എന്താ ചേട്ടാ, കുറച്ച് പൈസ കൂട്ടി. അടുത്തന്നെ അടുത്താണ്. ഗൈസ് പോലീസ് ബാർക്ക ചേച്ചി സോറി. ചാവാനാണ് നിങ്ങളെ കൊടുത്താല് ഒന്നും വിചാരിക്കണ്ട, ചാവാനൊന്നല്ല. പക്ഷെ അറിയാതെ പോലീസിന്റെ കയ്യിലൊന്നും പെട്ടുപോയി. പോലീസ് പോയത്, പോലീസ് സ്റ്റാറൊക്കെ പോയി. ഈ പുതിയ ടാക്സി ഒപ്പിക്കണം. ടാക്സി ഇവിടെ ഒന്നുമില്ലല്ലോ. പോലീസ് സ്റ്റേഷന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറിയത്. ഡോറ് തുറന്നിട്ടാലേ കയറാൻ കഴിയുള്ളൂ. പോലീസ് സ്റ്റേഷനാ എല്ലാം. നമുക്ക് പോലീസിനെ കൊണ്ട് നമ്മളെ ജയിലിലേക്ക് പോവാം. ഇയാളെ കൊണ്ടാ മതി. പോലീസ്
ഞാനുണ്ട് നിങ്ങളുടെ കൂടെ പോലീസ് 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 പോലീസിന് ദേഷ്യം പിടിക്കും. എന്താടാ 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 പോലീസ് പോലീസ് അടിക്കല്ലേ 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 എന്റെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കോളി. നമ്മള് സ്റ്റേഷനിൽ ഇപ്പോ നമ്മളെ സ്റ്റേഷനിൽ കൊടുന്നു. ഒരു മിനിറ്റ്, നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ടാവും. ഇവിടെ പോലീസുകാർ വല്ലതും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് കൈ വെക്കാൻ പാടില്ല. കൈ വെച്ച് കഴിഞ്ഞാൽ കുളിക്കാതെ വേറെ ഇവിടൊക്കെ കൊണ്ടുപോയി വെച്ച് സാറേ പോയിക്കോളി സാറേ പോ സാറേ വേഗം നടന്നോളി സാറേ. ഇവിടെ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങട്ടെ സാറേ പോയിക്കോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. സാറേ പോലീസുകാരെ നമ്മളെ പിടിക്കാതെ കാണും. പോലീസുകാര് ഇതിനുള്ളിലേക്ക് കണ്ടുപിടിച്ച് പോലീസുകാരെ രക്ഷപ്പെടാൻ പറഞ്ഞ നിസ്സാര കാര്യമില്ല. മതിരി ചാട് മതിരി ചാടാനും പറ്റില്ല. വളഞ്ഞ് തിരിഞ്ഞു പോലീസുകാർക്ക് നമ്മൾ വെടിയൊക്കെ കൊണ്ടുവരുന്നു. എൻ്റെ ഐഡിയ ആ സൈക്കിൾ നിർത്തുന്നതാണ്. ഞാൻ $5,00,000 നാളെ തരൂല. മാറിക്കളി എന്താ സാറേ ജാടല്ലോ. നമ്മളെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. സൈക്കിളിന് ഫോണാരാച്ച് അയ്യോ പോലീസേ ആ വണ്ടി ഇങ്ങോട്ട് തരുമോ? വണ്ടി എനിക്ക് തന്നാൽ മതി. $5,00,000 തരാം. കൊല്ലും സാർ. നമ്മളെവിടെ ഹോസ്പിറ്റലിന് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. നമ്മൾ നാളെ വീഡിയോ ഇടുന്നതാണ്. ടാറ്റാ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം. 100 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഗിവ് അവേ കൊടുക്കും. എത്ര ഡയമണ്ട് പറഞ്ഞ 500 ഡയമണ്ടിൻ്റെ ഗിഫ്റ്റ്. നിങ്ങൾ വീഡിയോക്ക് കമൻ്റ് ഇടുക. കമൻറ്റിൽ നിന്ന് ഒരാളെ നമ്മൾ 2 പേർക്ക് ഗിവ് അവേ കൊടുക്കും. 2 പേരെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നതാണ് ഗൈസ്. ഒരാൾക്ക് ഒരു ദിവസം കൊടുക്കും, മറ്റാൾക്ക് വേറൊരു ദിവസം കൊടുക്കും. അങ്ങനെ ഉണ്ടോ ഗൈസ്? 2 പേർ കൂടിയും ഒരേ ദിവസം തരാൻ ഡയമണ്ട് ടോപ്പ് ചെയ്യാൻ 500 ഡയമണ്ടിൻ്റെ
എന്ത് ഗിഫ്റ്റ് ചോദിച്ചാലും നമ്മൾ തരുന്നതാണ് ഗൈസ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ടാറ്റാ.